ഡേ 4 ഒന്ന് ഒന്ന് കുബേരമുദ്ര. കുബേരമുദ്ര എന്ന് പറഞ്ഞാൽ ഈ പണം വരാനല്ലേ കുബേരൻ. കുബേര വിഗ്രഹമൊക്കെ വീട്ടിൽ വയ്ക്കുന്നു. കുബേര വിഗ്രഹമൊക്കെ നിങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടോ? ഏത് ഡയറക്ഷനിൽ വയ്ക്കണം? ഫേസിങ് നോർത്ത് വയ്ക്കണം. രണ്ടാമത് ഗോൾഡൻ കളർ ഇരിക്കണം. എന്തോന്ന്? ഗോൾഡൻ കളർ. കുബേരം അനുജാസീനം സഗർവം ഗർവ വിഗ്രഹം സ്വർണ്ണച്ചായം ഹതാഹസ്തം ഉത്തരാദ്വിതിയും സ്മരയെത്തുന്നു. അപ്പോൾ ഈ ഗോൾഡൻ കളറിലിരിക്കണം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഫേസിങ് നോർത്ത്. അത് ചില വീടുകളിൽ എൻ്റെ പേരെന്തോന്ന്, ഈ പാത്രത്തിൽ ഉരുളിയിൽ വെള്ളം 2 പൂവും ഇട്ട് വയ്ക്കാമല്ലോ. അതും കുബേരനും ഇന്ദ്രനും കാണും. ഇതിൽ വെച്ച കുബേരൻ പ്ലസ് ഇന്ദ്രൻ രണ്ടുപേരുടെ, കുബേരൻ സമ്പത്ത്, ഇന്ദ്രൻ വന്ന് ആ സമ്പത്ത് എൻജോയ് ചെയ്യാനുള്ള എനർജിയായിട്ട് ഉള്ളതാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ വലിയ ഉരുളിയിൽ, ഹോട്ടലിലൊക്കെ വലിയ ഉരുളിയിൽ വെള്ളം വെച്ച് പൂ വെച്ചിരിക്കും. ഒന്ന് കുബേരൻ്റെ വാഹനം എന്തോന്നാണ്? കുബേരൻ്റെ വാഹനം ഗോൾഡൻ ഫിഷ്. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്ത് ഗോൾഡൻ ഫിഷ് വാങ്ങിച്ച് വീടുകളിലെ വലിയ പണക്കാരൊക്കെ വളർത്തുന്നത്. ഗോൾഡൻ ഫിഷ്. രണ്ടാമത് ഇത് കുബേരൻ്റെ ഇന്നൊരു ലക്ഷണം, ചില വീടുകളിൽ ഈ കണ്ണ് ഒരുമാതിരി ഒരു കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു കണ്ണുണ്ടല്ലോ, അതും കുബേര ലക്ഷണമാണ്. അങ്ങനെ ചില കുട്ടികൾ വരുന്ന ഫാമിലിയിൽ പണം ഒരുപാട് വരും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ കുബേരൻ്റെ ഇത് മുദ്രകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ മണി റിസീവിങ് ഇത് കപ്പാസിറ്റി ഇൻക്രീസ് ആവും. മണി റിസീവിങ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇത് വന്ന് കുബേര മുദ്ര ചെയ്യുന്നത് നമ്മുടെ മണി റിസീവ് ചെയ്യാൻ കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യും. ബ്ലാക്കുകൾ റിമൂവ് ചെയ്യും. നമുക്ക് മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ സെപ്പറേറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിൽ സ്വാധിഷ്ഠാനം, ഇതിൽ നമ്മുടെ എനർജി ഫ്ലോ ചെയ്ത് ഓർമ്മയുണ്ട്. നാരായണൻ, ലക്ഷ്മി, എൻ്റെ കാക്കിനി മാത എനർജി ബ്ലോക്ക് റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. അതേമാതിരി അത് വന്ന് ചെയ്യണം. ഓക്കെ, റൈറ്റ്. അടുത്ത് വന്ന് ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സൂര്യമുദ്ര എങ്ങനെ ഓർമ്മ ഉണ്ടോ? അങ്ങനെ റൈറ്റ്, അത് ഓർമ്മ ഉണ്ടല്ലോ. ഇപ്പോൾ സൂര്യമുദ്ര ചെയ്താൽ സൂര്യമുദ്ര ചെയ്യാൻ എന്തുകൊണ്ട് കൊളസ്ട്രോൾ ക്ലിയർ ആവുന്നുണ്ട്? കൊളസ്ട്രോൾ ബേൺ ഔട്ട് ആവും. കൊളസ്ട്രോൾ ഒന്ന് എക്സ്ട്രാ ഫാറ്റ് വിൽ ബി ഇത് ബേൺഡ് ഔട്ട്. ഈ ഓക്സിജൻ ലെവൽ ഇത് സൂര്യമുദ്ര ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം നാച്ചുറലായി എക്സ്ട്രാ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്നുണ്ട്. ഈ ബാഡ് കൊളസ്ട്രോൾ മനുഷ്യന് ആവശ്യമില്ലാത്തത് അത് വന്ന് ഇത് ബേൺ ചെയ്യും. അപ്പോൾ ഹാർട്ട് വന്ന് ഫ്രീ ആവും. ഹാർട്ട് അറ്റാക്ക് വരാൻ മെയിൻ റീസൺ കൊളസ്ട്രോൾ അടപ്പാണ്. കൊളസ്ട്രോൾ അടപ്പ് നോർമലോ 40% വരെ പ്രോബ്ലം ഇല്ല. അത് അധികമായി പോകുമ്പോഴാണ് അത് വന്ന് ഹാർട്ട് ചെയ്ത് വരുന്നത്. അത് വന്ന് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അടുത്തത് ലിംഗമുദ്ര അറിയാമല്ലോ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ലിംഗമുദ്ര? അങ്ങനെയല്ല. അത് വന്ന് മേരുമുദ്ര. ഇങ്ങനെ ആദ്യം കൈ വയ്ക്കണം, യോനിയുടെ ഇതിൽ വയ്ക്കണം. വച്ചിട്ട് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ പിടിക്കണം.
ചെയ്ത് ഓർമ്മ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവരണം. കൊണ്ടുവന്ന ശേഷം ഇതിനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത ശേഷം ഇങ്ങനെ പിടിക്കണം. അത് നിങ്ങൾ പിടിക്കുന്നത് മൂലാധാരത്ത് താത്ത് പിടിക്കണം. പിടിച്ചിട്ട് പതുക്കെ ദേഹത്തിൻ്റെ അര അടി ഗ്യാപ്പിൽ നിങ്ങളങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വന്ന് അതിൻ്റെ ഇത് ഓക്സിജൻ ലെവൽ 97% വരെ ഇൻക്രീസ് ആവുന്നുണ്ട്. എത്ര 97% വരെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓക്സിജൻ ലെവൽ ഇൻക്രീസ്, കൊളസ്ട്രോൾ സമ്പത്ത് ഇൻക്രീസ്, അതിനുള്ള 3 ഇത് വരും. ഇന്നലെ നിങ്ങൾ പൂജാമുദ്രയിൽ ചോദിച്ചാൽ ചക്രമുദ്ര ഇതാ കയ്യെ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാന്ന് വെച്ചാൽ ഈ ചെറുവിരലെ കൊണ്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ അതായത് ഒരു സെക്കൻഡ് ഇങ്ങനെ വരണം ചക്രം. അതായത് ഈ വിരലെയും ഈ അടുത്ത ചുണ്ടുവിരലെയും ഇങ്ങനെ ഇണയ്ക്കണം. അതേപോലെ കയ്യെ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ പുറത്ത് ഇപ്പോൾ ചക്രന്മാരുണ്ടാ ഇങ്ങനെ വരണം. അപ്പോൾ ചക്രം വെച്ചാൽ എല്ലാ ഡയറക്ഷനിലും ഫിംഗർ തള്ളിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലായ? നിങ്ങൾ എങ്ങനെ രണ്ട് തള്ളവിരൽ അങ്ങനെ ചെയ്യരുത്. ഈ നിങ്ങൾ വെച്ചത് എങ്ങനെ നോക്ക്, ഇതുമാണ് നിങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനല്ല, ഇത് തള്ളവിരൽ, ഇത് ചെറുവിരലും തള്ളവിരലും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ അയക്കണം. ഇപ്പം ചക്രന്മാരി ഉണ്ടാകും നോക്ക്. ഓക്കെ. ഇപ്പം മനസ്സിലായല്ലോ ചക്രമുദ്ര. അപ്പോൾ കാണാൻ അത് ചക്രന്മാരി വരും. ചക്രമുദ്ര ഉണ്ട്. വിഷ്ണുവിൻ്റെ അതിൻ്റെ വിശേഷം പോയി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. അതൊരു ബൂമറാങ്ക്. എന്തോന്ന് ബൂമറാങ്ക്? ആയുധങ്ങളിൽ ബൂമറാങ്ക് എന്ന് പറയും. അത് അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരുന്നത് ബൂമറാങ്ക്. ശിവൻ്റെ ശൂലായുധം പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരും. എന്തോന്ന് ഹനുമാൻ്റെ കഥ പോയി അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരും. മുരുകൻ്റെ വേൽ വന്ന് ഇത് അവിടെ പോയി തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ ഇത് വന്ന് ചക്രം ഇതാണ്. ചക്രത്തിൻ്റെ പേരിൽ ഒരു തീർത്ഥം ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്ന അറിയാമോ? ചക്രതീർത്ഥം അതിൻ്റെ പേര്. എവിടെ? നേമിശാരണ്യം ചക്രതീർത്ഥം, നേമിശാരണ്യം. അത് വന്ന് 1ാമത് ശക്തിപീഠം. എന്തോന്ന്